നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. വിൻസി അലോഷ്യയുടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നലെ നമ്മൾ രാത്രി ചെയ്തിരുന്നു. അത് കൃത്യമായി ഇന്ന് രാവിലെ മറ്റ് ചാനലുകളെല്ലാം ഏറ്റെടുത്ത ഒരു വാർത്തയായി മാറി. അതിൽ നമ്മൾ പറഞ്ഞത് താരസംഘടന അമ്മയ്ക്ക് വിൻസി അലോഷ്യ ഒരു പരാതി നൽകി. അപ്പോൾ ആ പരാതിക്ക് മുമ്പ് തന്നെ താരസംഘടന ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങി. വിൻസി അലോഷ്യ പരാതി നൽകുകയും അത് അമ്മയുടെ മെമ്പറായിരുന്നെങ്കിൽ നടപടി എടുക്കുമെന്നുള്ള നിലയിലേക്ക് പോയി. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അമ്മയിലെ ഒരു മെമ്പറാണ് എന്ന് താരസംഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ആ പരാതിയിൽ പറയുന്നത് നമുക്ക് മനസ്സിലായി. വിൻസി പറഞ്ഞു താരസംഘടന ഒരു അമ്മയിലെ മെമ്പറാണ്. ആ പേര് ഇന്ന് രാവിലെ പുറത്തു വന്നു. ഷൈൻ ടോൺ ചാക്കോയുടെ പേരാണ് പുറത്തു വന്നത്. ഷൈൻ ടോൺ ചാക്കോക്കെതിരെയാണ് പരാതി നൽകിയെന്ന് പേര് പുറത്തു വരികയും ചെയ്തു. അത് വിൻസി ഇന്നലെ വൈകുന്നേരം തന്നെ ചേംബറിനും പരാതി നൽകി. അതോടൊപ്പം ICCക്കും പരാതി നൽകി. ഇന്റേണൽ കമ്മിറ്റിക്കും പരാതി നൽകിയെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. അതെല്ലാം വിൻസി ഒരേ കാര്യങ്ങൾ തന്നെ എഴുതി ചേർത്തിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. രണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് ഓർത്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുന്ന ചേംബറിനും അമ്മയ്ക്കുമാണ്. ചേംബറിന് കംപ്ലയിൻറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരം, ചേംബർ തിങ്കളാഴ്ച യോഗം ചേരും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് യോഗം ചേരും. 3 മണിക്ക് യോഗം ചേരുമ്പോൾ 7 സംഘടനയിൽ നിന്നും ഒരു സംഘടന 3 പേര് വെച്ചാണ് യോഗത്തിനുള്ളത്. 7 സംഘടനയാണ്. 7 സംഘടനയിൽ 3 പേര് വെച്ച് താരസംഘടന അമ്മയുണ്ട്, നിർമ്മാതാക്കൾ സംഘടനയുണ്ട്, ഫെഫ്കയുണ്ട്, ഫിയോക്കുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ നിരവധി സംഘടന, സിനിമയകത്ത് എന്തൊക്കെ സംഘടന ഉണ്ട് അതിൽ 3 പേര് വെച്ചുള്ള ഒരു കമ്മിറ്റിയാണ് ഈ യോഗം ചേർന്നത്. ആ കമ്മിറ്റി യോഗം ചേർന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്താണ് നടപടി എന്ന് തീരുമാനിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവർ സാധാരണ ചെയ്യാറുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ഒരു വിലക്ക് ഏർപ്പെടുത്തും. ആ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പരിപാടിയിലേക്ക് പോകാനാണ് ചേംബറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും യോഗം ചേരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിനിമ, ഈ ഷൈൻ ടോം ചാക്കോയും വിൻസിയും അഭിനയിച്ച സിനിമ സൂത്രവാക്യം എന്ന സിനിമയാണ് എന്ന് പരാതിയിൽ പറയുന്നു. പരാതിയുടെ കോപ്പിയൊന്നും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ പരാതിയിൽ പറയുന്ന എന്നാണ് വാർത്തകൾ എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന വിവരം. സൂത്രവാക്യം സിനിമ ഡിസംബറിലാണ് അവസാനിച്ചത്. ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് IC കമ്മിറ്റി, ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അന്ന് കമ്മിറ്റിയിൽ വിൻസി പരാതിപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. വിൻസി അന്ന് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. അന്ന് നിർമ്മാതാവും അതോടൊപ്പം തന്നെ ഡയറക്ടറും എല്ലാം ഇടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു എന്നും പറയപ്പെടുന്നു. വിൻസി വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. വിൻസി പറഞ്ഞു ഒരു വെള്ള പൗഡർ പോലെയുള്ള ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് കണ്ടിരുന്നു. അതോടൊപ്പം ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് വിൻസി വീഡിയോ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ പരാതിപ്പെട്ടു എന്ന് വിൻസി പറയുന്നുണ്ട്. അന്ന് എന്തുകൊണ്ട് കമ്മിറ്റി ഒരു നടപടി എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. അന്ന് സിനിമ തീരട്ടെ എന്ന നിലയിലേക്ക് കമ്മിറ്റി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കമ്മിറ്റി എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അന്ന് ഈ ഇന്റേണൽ കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേരും എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഒന്ന് സായുജ്യ എന്ന് പറയുന്ന ഒരാളാണ്. അതോടൊപ്പം സന്ധ്യ TS എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആതിര S ഈ കമ്മിറ്റിയിലുണ്ട്. അനഘ അനറ്റ് ഈ കമ്മിറ്റിയിലുണ്ട്. അഡ്വക്കേറ്റ് സുജന്യ. ഈ 5 പേരാണ് ഈ കമ്മിറ്റിയിലുള്ള. ഈ കമ്മിറ്റി മുമ്പാകെയാണ് ഈ കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത്. അന്ന് ഈ കംപ്ലയിൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇത് ഡിസംബറിൽ അവസാനിച്ച സിനിമയിൽ നിന്നും ഇപ്പോഴാണ് ഇത്തരമൊരു കാര്യമായിട്ട് രംഗത്ത് വരുമ്പോൾ അത് എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റ് ഒരിക്കലും നമുക്ക് കൂട്ടി നിൽക്കാൻ കഴിയില്ല. പക്ഷേ അന്ന് ഈ കമ്മിറ്റിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിർമ്മാതാവും ഡയറക്ടറും പറയും സിനിമ തീരട്ടെ, എങ്ങനെയും കാലി പിടിച്ച് തീർക്കാമെന്ന്. അത്തരമൊരു പ്രവണത ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സിനിമ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്ങനെയെങ്കിലും സിനിമ തീർക്കട്ടെ എന്നും പറഞ്ഞ് ഒരു നിർമ്മാതാവും ഒരു സംവിധായകനും രംഗത്ത് വന്ന് ഈ 2 പേരെയും ഒരുമിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ നാളുകൾക്ക് ശേഷം ഇത്ര കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഇതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വിൻസി അലോഷ്യയ്ക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായി എന്ന് വിൻസി പറയുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പറഞ്ഞു വെച്ചത് ഇത് ചേംബറിന് നൽകിയ പരാതിയിലാണ് കാര്യങ്ങൾ. അമ്മയ്ക്ക് നൽകിയ പരാതിയിലും ഈ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മയുടെ അംഗമായതിൽ നടപടി ഉണ്ടാവും. അമ്മയ്ക്ക് നടപടി എടുക്കാൻ ഉള്ള അഡോക് കമ്മിറ്റിയാണ് ഇപ്പോൾ. അവർക്ക് നടപടി എടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ഇത് ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇന്ന് അവരൊരു കമ്മിറ്റി, അഡോക് കമ്മിറ്റിയിൽ നിന്ന് 3 പേരെ ചുമതലപ്പെടുത്തി. ഒന്ന് അൻസിബയും സരയും വിനു മോഹനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവർ ചെയ്യുന്നത് ഈ വിൻസി അലോഷ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ
ഷൈൻ ടോം ചാക്കോയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് കൃത്യമായി കേട്ടുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ നിലവിലെ ഈ കമ്മിറ്റിക്ക് ഒരു നടനെതിരെ നടപടി എടുക്കാനുള്ള പവർ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. കാരണം അഡ്ഹോക് കമ്മിറ്റിക്ക് അത്തരമൊരു പവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് അധികാരമുണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് നടപടിയിലേക്ക് പോകാം. അപ്പോൾ രണ്ടുപേരുടെയും ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ കമ്മിറ്റിക്ക് അത്തരം നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജനറൽ ബോഡി വരെ കാത്തിരിക്കണം. അത് വേണ്ടി വരില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി കൃത്യമായി തന്നെ നടപടിയായി മുന്നോട്ട് പോകും. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുമായിട്ട് അവർ ഫോണിൽ നേരിട്ടിരുന്ന് ചർച്ച നടത്തുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരു ഷൈൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടു. ഷൈൻ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. അത് നമുക്കറിയാം, പരിശോധനയ്ക്കിടെ ഷൈൻ ചാടി ഇറങ്ങി ഓടി എന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ വന്നത്. നമുക്കറിയാം, കൊച്ചിയിലെ ഒരു നോർത്തിലുള്ള ഒരു ഹോട്ടലാണ് സംഭവം. കൊച്ചി സിറ്റി പോലീസ് ഡാൻസഫ പരിശോധനയ്ക്കിടെയാണ് ഒരു സംഘമാണ് അത് പരിശോധിക്കാൻ വന്നപ്പോഴാണ് 314 നമ്പർ മുറി ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുക. ആ ദൃശ്യങ്ങൾ കൃത്യമായി ഷൈനാണ് ഓടുന്നത്. ഡാൻസപ്പ് എത്തിയപ്പോൾ താരം മുറിയിൽ നിന്നും ചാടി ഓടി 3-ാം നിലയിൽ നിന്നും ജനൽ വഴി പുറത്തേക്ക് ചാടിയെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ചാടിയത് പൂളിൻ്റെ മുകൾ ഷീറ്റിലേക്കാണ്. അതിനുശേഷം 2-ാം നിലയിൽ നിന്നും പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി 10:58 അത് ദൃശ്യങ്ങൾ ആ സമയം കാണിക്കുന്നുണ്ട്. ഇത്തരമൊരു സംഭവവുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഷൈനുമായിട്ട് അടുത്ത ബന്ധങ്ങൾ ഷൈനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരാൾ റൂമിലേക്ക് കയറി വന്നു. അത് പോലീസ് വേഷങ്ങളൊന്നുമല്ല, ഒരു വലിയൊരു മനുഷ്യൻ കയറി വരുന്നു. അപ്പോൾ ഷൈൻ ആ റൂമിൽ നിന്നും റിസപ്ഷനിൽ വിളിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഒരാളെ കണ്ട് ഭയപ്പെട്ട് ഓടിയതാണെന്നും പറയുന്നു. എന്നാൽ ഇത് പരിശോധന നടത്തിയപ്പോൾ ആ റൂമിൽ നിന്നും ലഹരിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഈ ഉദ്യോഗസ്ഥർക്ക് പിടികൂടാൻ പറ്റില്ല. ലഹരിയിലെ ഒരു തെളിവ് പോലും ഈ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തെളിവുകൾ ലഭിക്കാത്ത കാര്യത്തിൽ ഒരു കേസെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് ഉൾപ്പെടെയുള്ളവർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വിൻസിയുടെ പരാതിയിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താം. അതോടൊപ്പം ഈ കേസ് ഓടിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താം. പക്ഷേ ഒരു തെളിവും ഈ അന്വേഷണ ടീമിന് ലഭിച്ചിട്ടില്ല എന്ന കാര്യവും പ്രധാനപ്പെട്ട കാര്യം തന്നെയായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ഒരു പരാതി ഒരു നടനെതിരെ ഉണ്ടായപ്പോൾ വിൻസി ഇന്ന് മറ്റ് ചാനലുകളിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഈ നടൻ്റെ പേരോ സിനിമയുടെ പേരോ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് പുറത്ത് വിട്ടത് തനിക്കറിയില്ല. താൻ ഒരു നടൻ്റെ പേരോ ഒരു സിനിമയുടെ പേരോ പറയാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല, ഞാൻ പറയുകയില്ല എന്ന് തന്നെയാണ് എല്ലാ ചർച്ചയിലും വരുന്നത് വിൻസി അലോഷി പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഐ സി കമ്മിറ്റിയിൽ അന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നൊരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പരാതി വിൻസിക്കുണ്ടായ അനുഭവം തുറന്നു പറയുമ്പോൾ അതിനെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ചേംബറിന് കിട്ടിയ പരാതി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന നടപടിയായിട്ട് പോകണമെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവിനെ വിളിച്ച് ചർച്ച നടത്തണം. നിർമ്മാതാവ് എന്തൊക്കെയാണ് ചെയ്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, നിർമ്മാതാവ് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്ന ചോദ്യം വരും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടർ വരുന്നത് ഫെഫ്കയുടെ കീഴിലാണ്. അപ്പോൾ ഫെഫ്കയ്ക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഫെഫ്കയും ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിക്കേണ്ടതായി വരും പരാതിയുടെ അടിസ്ഥാനത്തിൽ. എന്നാലുള്ളൂ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കൾക്കും നടപടിയായിട്ട് മുന്നോട്ട്. ഇവരൊന്നും പരാതിപ്പെട്ടിട്ടില്ല. ചേംബറാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ബോഡി. ആ ബോഡി ഇപ്പോൾ ചേംബർ എല്ലാവർക്കും പരാതിയുടെ കോപ്പി നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റൂട്ട്. എന്തായാലും ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി ലഭിച്ചാൽ അന്ന് തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ മാറ്റി നിർത്താനുള്ള നടപടിയിലേക്ക് പോകണം. അപ്പോൾ ഒരു സിനിമ കഴിയട്ടെ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും വ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാരണവശാലും അന്ന് കംപ്ലയിൻറ്റ് കിട്ടിയാൽ അന്ന് തന്നെ നടപടിയെടുത്ത് ഇവരുടെ ഈ 5 പേർ അടങ്ങുന്ന കമ്മിറ്റിക്ക് നടപടിയെടുക്കാനുള്ള പവറാണ് കൊടുത്തിരിക്കുന്നത്. ആ പവർ ഹൈക്കോടതി വരെ ഇടപെട്ടാണ് ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പം ഐ സി കമ്മിറ്റിക്ക് അത്രയും നടപടി അന്ന് തന്നെ എടുക്കേണ്ട കാര്യത്തിൽ പിന്നീട് അത് വിട്ട് ഇത്തരം നിലയ്ക്ക് ഒരു സിനിമ തീരട്ടെ, എങ്ങനെയും കാലു പിടിച്ചൊരു സിനിമ തീരട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ അർത്ഥത്തിൽ യോജിക്കാൻ പറ്റില്ല. കാരണം പിന്നീട് പരാതിയുമായി വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ദിശയിലേക്ക്. ഇപ്പം ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലക്ക് വന്നു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ, ഇറങ്ങാനുള്ള സിനിമ, ഇതെല്ലാം ബാധിക്കുന്ന നിലപാടാണ്. അപ്പം അത് നിർമ്മാതാവിനെ ബാധിക്കും. എന്തായാലും ഇത്തരം പ്രവണത ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് തെളിവ് സഹിതം ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, ഒരു കംപ്ലയിൻറ്റ് എപ്പോൾ ലഭിക്കുന്നോ
അന്ന് തന്നെ നടപടിയിലേക്ക് പോകേണ്ടതിന് പിന്നീട് നടപടിയുമായി വരുന്നതിൽ യോജിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ രണ്ട് അഭിപ്രായം ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ സിനിമാ മേഖല പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് ഇന്റേണൽ കമ്മിറ്റി വെക്കണം എന്ന കാര്യത്തിന് മാറ്റില്ല. അങ്ങനെ കമ്മിറ്റിയിൽ ഈ 5 പേരാണ് ഈ 5 പേർക്കാണ് അന്ന് പരാതി നൽകി അന്ന് എന്തുകൊണ്ട് ഒരു നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.